മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരള നിയമസഭയിൽ മറ്റൊരു സുന്ദരമായ ചരിത്രം പിറന്നിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്പീക്കർ സ്ഥാനത്തേക്ക് 3 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരിക്കുന്നു. മത്സരം കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം BJP സ്ഥാനാർത്ഥിയായിരുന്ന BP ഗോപകുമാർ സഭയിൽ നിന്ന് സംസാരിക്കുന്നതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. എന്തിന് BJP മത്സരിച്ചു? ആ മത്സരിച്ചത് കൊണ്ട് കേരളത്തിൽ വരാൻ പോകുന്ന മാറ്റം എന്താണ്? ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തിൽ എത്രത്തോളമാണ് കേരളത്തിൽ വലിയ ഒരു ചിന്താ മാറ്റം ഉണ്ടാവുന്നത് എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ ആദ്യം BP ഗോപകുമാർ പറയുന്നതിന്റെ ചെറിയൊരു ഭാഗം ഒന്ന് കേട്ടു നോക്കൂ. പരമോന്നതമായ ഈ നിയമനിർമ്മാണ സഭയുടെ അധികാരിയായി ചുമതലയേറ്റ ബഹുമാനായ സ്പീക്കർക്ക് ആദ്യം തന്നെ എൻ്റെയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. അങ്ങയെക്കുറിച്ച് വളരെ ദീർഘമായി എനിക്ക് മുന്നേ സംസാരിച്ചവർ പറഞ്ഞു. ദീർഘകാലത്തെ പൊതുപ്രവർത്തന രംഗത്തെ അനുഭവം, ദീർഘകാലം ഒരു MLA എന്ന രീതിയിലുള്ള അങ്ങയുടെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനത്തെക്കുറിച്ചും ഇവിടെ സൂചിപ്പിച്ചു. ഏറ്റവും ആദ്യം ചാത്തന്നൂരിനെ പ്രതിനിധീകരിച്ച് MLA ആയി ഇവിടെ വരുമ്പോൾ അങ്ങേക്കെതിരെ മത്സരിക്കാനും അങ്ങേക്കെതിരെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കാനും അവസരം കിട്ടിയത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. BJPയുടെ ഒരു പ്രതിനിധി ഈ നിയമസഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ഇതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം അങ്ങ് കാട്ടിയിട്ടുള്ള ചില മാതൃകകൾ, ഒരു മന്ത്രി എന്ന രീതിയിൽ അങ്ങ് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, ഒരു നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ ഒരു നിയമനിർമ്മാണ സഭയിൽ എങ്ങനെയാണ് തൻ്റെ ഉത്തരവാദിത്തം കാണിക്കേണ്ടത് എന്നതടക്കം നേരത്തെ പറഞ്ഞു. അടൂർ അടക്കമുള്ള മുമ്പ് മത്സരിച്ച് വിജയിച്ച നിയമസഭയിലും ആ നിയമസഭാ മണ്ഡലത്തിലും പിന്നീടും പോകുക എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ അങ്ങയുടെ ഏറ്റവും വലിയ പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. ഞാനൊരു മാധ്യമ വാർത്തയാണ് ഇപ്പോൾ ഓർക്കുന്നത്. അങ്ങ് MLA ആയിരിക്കുമ്പോൾ കേരള നിയമസഭയിൽ ഒരു സബ്മിഷൻ ഉന്നയിക്കുകയുണ്ടായി. അന്ന് സ്പീക്കറായിരുന്നയാൾ ചട്ടം പാലിച്ചല്ല ഉന്നയിക്കുന്നത്, അതുകൊണ്ട് നിയമസഭാ രേഖകളിൽ അത് കാണില്ല എന്ന് പറഞ്ഞു. അങ്ങ് വളരെ രസകരമായൊരു മറുപടി പറഞ്ഞു. ആ രേഖകൾ കാണാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്, മറിച്ച് ജനങ്ങളുടെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പറയുന്നൊരു വേദിയാണ് എന്നങ്ങ് പറഞ്ഞ മറുപടിയുണ്ട്. ഞങ്ങൾക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി ഈ നിയമസഭയിൽ പറയുമ്പോൾ അത് 3 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതിനപ്പുറം പറയപ്പെടുന്ന കാര്യങ്ങളുടെ പ്രസക്തി കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് അഭ്യർത്ഥിക്കാൻ. നിങ്ങൾ കേട്ടില്ലേ? BP ഗോപകുമാർ ചാത്തന്നൂർ MLA ആണ്. അതായത് സ്പീക്കർ സ്ഥാനാർത്ഥിയായിരുന്ന ചാത്തന്നൂർ MLA BP ഗോപകുമാർ കൃത്യമായിട്ട് പറയാണ്, അതായത് സകല ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് ജയിച്ചിട്ട് ലാളിത്യം കാട്ടല്ല, പരാജയപ്പെട്ടിടത്ത് എങ്ങനെയാണ് BJP ജനാധിപത്യ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്നത് എന്നതിന്റെ സുന്ദരമായ ഒരു ഉദാഹരണം ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരള ജനത കാണുക. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ സകല മോദി വിരുദ്ധരും നിരന്തരം പ്രചരിപ്പിച്ചത് എന്തായിരുന്നു? BJP അങ്ങനെയാണോ, മോദി ഇങ്ങനെയാണോ, അവർ ജനാധിപത്യത്തെ അവഗണിക്കുന്നു, അവർക്ക് ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല അവര്. അത്തരത്തിലായിരുന്നു നിരന്തരം നമ്മുടെ കേരളത്തിലെ പ്രചരണം. ആ പ്രചരണക്കാരുടെയൊക്കെ മണ്ടക്ക് അടികെട്ടിയതുപോലെയല്ലേ? എന്താണ് ജനാധിപത്യം? എത്രത്തോളം മൂല്യമാണ് ആ ജനാധിപത്യത്തെ ആ ജനാധിപത്യത്തെ സുന്ദരമായിട്ട് BJP ഉയർത്തിപ്പിടിച്ച സുന്ദരമായ പ്രസംഗ BP ഗോപകുമാർ നടത്തിയത്. ഈ ഒരൊറ്റ പ്രസംഗത്തിൽ തന്നെ കൃത്യമായിട്ട് കേരള ജനതക്ക്, മാപ്രകളുടെ കള്ളപ്രചരണത്തിൽ കുടുങ്ങിക്കിടന്ന കേരള ജനതക്ക് വലിയൊരു തിരിച്ചറിവാ. എല്ലാ രീതിയിലും ജനാധിപത്യ ബോധ്യം, മൂല്യം, അതുമായി ബന്ധപ്പെട്ട സകലതും BJP ആളുകൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടല്ലോ. എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി വലിയ രീതിയിൽ വാദിക്കുന്നുണ്ടല്ലോ. ഇത് കൃത്യമായിട്ട് കേരള ജനത തിരിച്ചറിയാൻ പോവാ. ഇവിടെയുള്ള കപടന്മാർ ഇത്രയും കാലം നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞത് കപടതയാണ്. യഥാർത്ഥത്തിൽ എല്ലാ രീതിയിലും ജനാധിപത്യത്തിന്റെ മഹത്വം, മൂല്യം, സൗന്ദര്യം ഉയർത്തിപ്പിടിക്കുന്നത് BJP പ്രതിനിധികളാണ് എന്നുള്ളത് കൃത്യമായിട്ട് കേരളം തിരിച്ചറിയല്ലേ. മറ്റൊന്ന്, ഇവിടെ ഒരുപാട് ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്,
എന്തിനാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് BJP മത്സരിച്ചത്? പരാജയപ്പെടാനാണോ എന്നൊക്കെയാണ് മരമൊണ്ണ UDFന്റെ അടിമകൾ, പ്രവർത്തകർ എന്ന് പറയുന്നില്ല, ചില ആളുകളുണ്ടല്ലോ അടിമകളെ പോലെ മുന്നോട്ട് പോകുന്ന ആളുകൾ, അവരൊക്കെയാണ് നിരന്തരം ചോദ്യം എന്തിനാണ് സ്പീക്കർ സ്ഥാനത്തേക്കൊക്കെ മത്സരിച്ച് ഇനിയും BJP പൊട്ടുന്നത് എന്നൊക്കെയാ. അത്തരം മൊണ്ണകൾ തിരിച്ചറിയാ. സ്പീക്കർ സ്ഥാനാർത്ഥിയായിട്ട് BJP മത്സരിക്കുന്നത് കേരള ജനതയ്ക്ക് കൊടുക്കുന്ന കൃത്യമായ ഒരു സന്ദേശവും, അതേപോലെ തന്നെ കേരള നിയമസഭയിലെ ഇടത് വലത് MLA-മാർക്ക് കൃത്യമായിട്ടൊരു ഉത്തരം കൊടുക്കുക. ഇനി നമ്മുടെ കേരളത്തിൽ ചരിത്രത്തിൽ ഇന്നേ വരെ നടന്നതുപോലെ ഐക്യത്തോടു കൂടിയിട്ടുള്ള ഒരു പാസ്സാവലും ഇനി നടക്കില്ല. കേരള നിയമസഭയിൽ കൃത്യമായിട്ട് ജനാധിപത്യം ഉയർത്തിപ്പിടിച്ച് പരാജയമെന്ന് കരുതി മാറി നിൽക്കുന്നതാണോ ജനാധിപത്യം? പരാജയപ്പെടുകയാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നതല്ലേ സുന്ദരമായ ജനാധിപത്യം എന്ന് പറയുന്നത്? കൃത്യമായിട്ട് ചരിത്രത്തിലാദ്യമായിട്ട് ഞങ്ങൾ ഇനി സ്പീക്കർ സ്ഥാനത്തിനും അർഹതയുള്ളവരാണ്, ഞങ്ങൾ നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുള്ളവരാണ് എന്ന് കേരള ജനതയെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയാ BJP ഒരു മത്സര രംഗത്തേക്ക് എത്തിയത്. ഇത് കൃത്യമായിട്ട് ബോധമുള്ള പൊളിറ്റിക്സ് നിരീക്ഷിക്കുന്ന സകല ആളുകളും തിരിച്ചറിഞ്ഞു. ഇപ്പോഴും ബോധം വെക്കാത്തത് BJP വിരുദ്ധരായിട്ടുള്ള ആളുകളാ. BJP കൃത്യമായിട്ട് ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്നു. സ്പീക്കർ മത്സരം വന്നു, 3 MLA-മാരായിട്ടോ 140-ൽ 3ആയിട്ടോ കൃത്യമായിട്ട് ആ മത്സരത്തിലേക്ക് BJP രംഗത്തെ. അതൊക്കെ ജനാധിപത്യത്തിന്റെ സുന്ദരമായ കാഴ്ചയാണ്. അത് കേരള ജനതക്ക്, കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി കൊടുത്തൊരു സന്ദേശമാണ്. ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ്, ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച മൂല്യം, ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ആശയം, അതിനുവേണ്ടി ഞങ്ങൾ മത്സരത്തിലുണ്ടാവും. നിങ്ങൾ ഞങ്ങൾക്ക് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ശക്തി തരണോ, നിങ്ങൾക്കൊപ്പം. എത്ര സുന്ദരമായിട്ട് BJP മത്സരത്തിനെത്തുന്നു. ചാത്തന്നൂരിലെ MLA ആരാണ്? അത് എത്ര വലിയ രീതിയിൽ കേരളം ഒന്ന് ഈ ഒരൊറ്റ സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്തിയതോട് കൂടിയിട്ട് സകല മാധ്യമങ്ങളിലും വാർത്ത വന്നില്ലേ? സ്പീക്കർ സ്ഥാനത്തേക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP. ഇത് സുന്ദരമായിട്ട് കേരളം മൊത്തം ചർച്ചയായി. ഇത് മത്സരിക്കാതെ മാറി നിന്നിരുന്നെങ്കിൽ എന്തു ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് ഒരു ചർച്ച ഉണ്ടാവാൻ പോകുന്നില്ല. കൃത്യമായിട്ട് മത്സരത്തിലേക്ക് വന്നു, അത് കേരളത്തിൽ ഉടനീളം ചർച്ചയായി. BJP കേരളത്തിൽ നിർണായകമായൊരു ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇനി യഥാർത്ഥ പ്രതിപക്ഷത്തിന്റെ റോളും എടുത്ത് BJP ഭരണപക്ഷത്തിനെതിരെ ശക്തമായി ജനങ്ങൾക്ക് വേണ്ടി ആഞ്ഞടിക്കും. ഒരു തർക്കം അതിൽ വേണ്ട. കൃത്യമായിട്ട് UDF സർക്കാരിന്റെ വീഴ്ചകൾ മറ്റാരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഈ 3 പേർ രംഗത്തുണ്ടാവും. അത് വിളിച്ചു പറയാൻ ഇത് ഞാൻ എന്തെങ്കിലും വെറുതെ പറയല്ല. ബംഗാളിൽ ഉൾപ്പെടെ വെറും 3 MLA-മാരായ മാത്രം, വെറും 3 MLA-മാർ മാത്രം ജയിച്ച ബംഗാളിലൊക്കെ BJP നടത്തിയ പൊളിറ്റിക്സാ. അവർ കൃത്യമായിട്ട് കേരള ജനതയ്ക്ക് വേണ്ടി ഈ 3 പേര് വാദിക്കും. ഇത് തിരിച്ചറിഞ്ഞ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ മാറ്റം ഉണ്ടാവും. ഒരു കാര്യം സകലരും തിരിച്ചറിയാ, BJP ഒരു 1.5 ചെക്ക് തന്നെയാണ് ഭരണപക്ഷത്തിനെതിരെ ഈ സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞങ്ങളുണ്ടാവും, എന്തിനും നിങ്ങളെ ചോദ്യം ചെയ്യാൻ എന്ന വ്യക്തമായ സന്ദേശമാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഒരു സുന്ദരമായ, ഒരു വളരെ തന്ത്രപരമായ നീക്കം തന്നെയാണ് സ്പീക്കർ സ്ഥാനാർത്ഥി എന്നുള്ളത്. ഒരു തർക്കവുമില്ലാത്ത വിഷയം തന്നെയാണ്.